പശയും ജെല്ലിയും മറ്റും പോലെയുള്ള ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് സാധാരണ നാപ്കിനുകൾ നിർമ്മിക്കുന്നത്. ഇത് സ്ത്രീകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതിലുപയോഗിക്കുന്ന കെമിക്കലുകൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായും പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു പോംവഴികളില്ലാതെയാണ് ഇന്നും അത്തരം നാപ്കിനുകൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. ഇതിന് പരിഹാരമായിട്ടാണ് പ്രകൃതിയോട് ചേർന്നു നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ നാപ്കിനുകൾ തയ്യാറാക്കുന്നത്. തികച്ചും നാടൻ രീതിയിൽ കോട്ടൺ തുണി ഉപയോഗിച്ച് കഴുകി ഉണക്കാവുന്ന രീതിയിലാണ് ഇവർ നാപ്കിൻ നിർമ്മിക്കുന്നത്. വലിച്ചെറിഞ്ഞ് കളയുന്ന കോട്ടൺ തുണികൾ ഉപയോഗിച്ചുകൊണ്ട് കഴുകി ഉപയോഗിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഏകദേശം അധികം ചെലവൊന്നും വരാത്ത ഒരു ചെറിയ രീതിയിലുള്ള സാനിറ്ററി നാപ്കിന്റെ ഒരു പ്രദർശനമാണ്, ഒരു നിർമ്മാണ പ്രദർശനമാണ് ഞങ്ങളിവിടെ എല്ലാ സ്ത്രീകൾക്കുമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നാപ്കിനുകൾ നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർ നിർമ്മിക്കുന്ന നാടൻ നാപ്കിനിൽ വാഗ്ദാനം ചെയ്യുന്നു. മുരിയാട് ഊക്കൻ മെമ്മോറിയൽ സ്കൂളിൽ നടക്കുന്ന സഹവാസ ക്യാമ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നാണ് നാപ്കിൻ നിർമ്മാണത്തിൽ പരിശീലനം നേടുന്നത്. ഇതിനോടകം 100-ലധികം പേർക്ക് നാപ്കിൻ നിർമ്മാണത്തിൽ പരിശീലനം നൽകി കഴിഞ്ഞു. ഈ നാപ്കിനുകൾ വിദ്യാർത്ഥികൾ തന്നെ ഉപയോഗിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയല്ലെന്നും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് സൗജന്യമായാണ് പരിശീലനം നൽകിയത്. സ്വന്തം ആവശ്യത്തിന് നാപ്കിൻ നിർമ്മിക്കുന്നവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രോഗ്രാം ഓഫീസർ ഡി ഹരിത പറഞ്ഞു. ഇതിൽ വലിയ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് കോട്ടൺ തുണികൾ അത് അടുക്കടുക്കായിട്ട് വെച്ചിട്ട് നാപ്കിൻ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ഇത് എന്ന് പറഞ്ഞാല് പട്ടൊക്കെ എന്ന് പറഞ്ഞാൽ തുണികൾ ഉടുക്കുന്ന ഒരു സമ്പ്രദായം. ഇത് ഉടുക്കല്ല, നാപ്കിൻ ചെയ്യുന്ന മാതിരി നമ്മൾ ഒട്ടിച്ച് വെക്കാവുന്ന രീതിയിൽ ബട്ടണിട്ട് ഒട്ടിച്ച് വെക്കാവുന്ന രീതിയിൽ ആണ് ഞങ്ങൾ ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് ലീഡർമാരായ അക്ഷയ് ജയനന്ദൻ, അലീന, ക്യാമ്പ് ലീഡർമാരായ ജ്യോതിഷ് കൃഷ്ണ, അമീഷ പി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.